ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഞ്ജൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മീൻ കറിയാണേ, നമ്മുടെ തനി നാടൻ രീതിയിലുള്ളൊരു മീൻ കറി. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കൊച്ചുള്ളി, പിന്നെ മീൻ കറി വയ്ക്കാൻ ആവശ്യത്തിനായിട്ടുള്ള മീൻ. ഞാനിവിടെ ചൂര മീനാണ് എടുത്തിരിക്കുന്നത്. ഇനി കുറച്ച് പുളി വേണം. ഞാൻ കുറച്ച് പുളി എടുത്തൊരു പാത്രത്തിൽ ഇട്ടു. അതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ഈ വെള്ളം ഒഴിച്ച് അത് അവിടെ ഇരുന്ന് കുതിരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് നേരത്തെ എടുത്ത് വെച്ച അരപ്പെല്ലാം കൂടി ഒരു ജാറിലോട്ടിട്ട് അരയ്ക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അത് അരച്ചെടുക്കാം. നമുക്കിതിലോട്ട് ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ. സാദാ മുളക് പൊടിയോടൊപ്പം കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് നല്ല മഷി പോലെ അരച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട്. എരിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് നമുക്കിടാം. ഇനി ഇത് നമുക്കൊരു ചട്ടിയിലോട്ട് ഒഴിക്കാം. ചട്ടിയിൽ മീൻ കറി വയ്ക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അതുകൊണ്ട് നമുക്ക് ചട്ടിയിൽ തന്നെ വയ്ക്കാം. അടുപ്പിൽ വയ്ക്കുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. പിന്നെ വീട്ടിൽ അടുപ്പില്ല, അതുകൊണ്ട് നമുക്ക് സ്റ്റൗവിൽ തന്നെ വയ്ക്കാം. മിക്സിയിലിരുന്ന അരപ്പും കൂടെ ഞാൻ കഴുകി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെച്ച പുളി അതും കൂടെ പിഴിഞ്ഞ് ചേർത്തു. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് കലക്കി കൊടുക്കാം. പിന്നെ ഉലുവ വറുത്ത് പൊടിച്ചതാണ്, ഒരു പിഞ്ച്, കുറച്ച് ഉലുവ മതി, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളം ആവശ്യമുണ്ട്, അതും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ടൊമാറ്റോ, 2 പച്ചമുളക്, കറിവേപ്പില എത്ര ഇട്ടാലും നല്ലതാണ്. നല്ല മണവും രുചിയും കൂടും. നല്ല ഫ്രഷ് കറിവേപ്പിലയാണെങ്കിൽ നല്ല മണമായിരിക്കും മീൻ കറിക്ക്. ഇനി ഇത് സ്റ്റൗവിൽ വെച്ച് മൂടി വെച്ച് നമുക്കൊരു 10 മിനിറ്റ് വേവിക്കാം. ചെറിയ തീയിലാണേ 10 മിനിറ്റ്. ഇപ്പോൾ ഞാൻ അതും തിളച്ച് വന്നപ്പോൾ തുറന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ വൃത്തിയാക്കി വെച്ച മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. ഈ കളറ് കണ്ടിട്ട് ഒരുപാട് എരിയാണെന്ന് വിചാരിക്കരുത്. ഇത് ഞാൻ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്തിക്കുന്നതുകൊണ്ടാണ് ഇത്രയും നല്ല കളറ്. മീൻ കറി തിളച്ച ശേഷമാണ് കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കഷ്ണങ്ങളൊക്കെ പൊടിഞ്ഞു പോകും. എല്ലാ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇത് മൂടി വെച്ച് ചെറിയ തീയിൽ നമുക്ക് വേവിച്ചെടുക്കാം. ഫസ്റ്റ് തീ കൂട്ടി വെക്കണം. തിളച്ച ശേഷം ചെറിയ തീയിൽ വെച്ച് വേവിച്ചാൽ മതി. ഇപ്പോൾ കറിയൊക്കെ വറ്റി നല്ല കുറുകി പാകമായി. ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഇനി ഇത് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്പൂണിട്ട് ഇളക്കിയ മീൻ കഷ്ണങ്ങളെല്ലാം പൊടിഞ്ഞു പോകും. അതുകൊണ്ടൊരു തുണി വെച്ച് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കാം. പുക വന്നിട്ട് ക്യാമറയിലായി പുക മറയുന്നു. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, കരിവേപ്പില എത്ര ഇട്ടാലും എനിക്ക് മതിയാവില്ല. ഇനി ഒരു 1/4 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ലാസ്റ്റ്, തീയെല്ലാം ഓഫ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്, അതും കൂടെ ചേർത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി മീൻ കറിയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയും പോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക് യു.